الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ഒന്നും കൂടി മദീനയിലേക്കാണ് മശത്തുള്ളികൾ കഥ പറയാൻ ആഗ്രഹിക്കുന്ന മദീനയിലേക്ക് ഒരു സ്വലാത്ത് നമ്മൾ ചൊല്ലുകയാണ്. ഇഴഞ്ഞു നീങ്ങിയെങ്കിലും മദീന കാണാൻ ആഗ്രഹിക്കാത്തവരില്ല. ആ മദീനയിലേക്ക് ഒരു ഫാത്തിഹ നമ്മൾ ഓതുകയാണ്. അല്ലാഹുവേ, ഫാത്തിഹയുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ വിഷമങ്ങളൊക്കെ മാറ്റിക്കൊണ്ട് ഇന്ന് വരെ ഞങ്ങൾ ജീവിച്ചത് കണ്ണീരോടെയാണ്. നാളെ മുതലെങ്കിലും ഞങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നൽകണമല്ല. ആവേശത്തോടെ സ്വലാത്ത് ചൊല്ലണേ. ആ സ്വലാത്ത് നമ്മളെ ഖൈറിന്റെ അല്ലാഹുവിന്റെ ഖൈറിന്റെ കിതാബിൽ അല്ലാഹ് എഴുതി വെക്കട്ടെ. ഇന്നല്ലാഹ വ മലായികതുഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ اللهم صل على سيدنا وعلى آله قدره ومقداره العظيم الله قبولكنا الله എല്ലാ വിഷമങ്ങളും അല്ലാഹു മാറ്റി തരട്ടെ. ചോനെ സങ്കടമുള്ളതുകൊണ്ടല്ലേ ഇവിടെ വന്ന് കുത്തിരിക്കണേ അല്ലേ? അല്ലെങ്കിൽ വരുമോ? ഇല്ല. അതുകൊണ്ട് സങ്കടങ്ങൾ അല്ലാഹു മാറ്റി തരട്ടെ. الحمد لله رب العالمين أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافي مزيدا اللهم اغفر وبلغ مثل ثواب ما قرأناه وما صلينا وما سلمنا وهذه هدية واصلة ورحمة نازلة وبركة شاملة وقبولة ومرضية منا إلى حضرة سيدنا وشفيعنا وآخر أيدينا وثمرة فؤادنا مصطفى محمد صلى الله عليه وسلم اللهم أعطه الوسيلة والفضيلة والدرجة الرفيعة وبعثه مقاما محمودا الذي وعدته وارزقنا شفاعته يوم القيامة إنك لا تخلف الميعاد اللهم بارك لنا في رجب وشعبان وبلغنا شهر رمضان وفقنا فيه للصيام والقيام والذكر وتلاوة القرآن أرحم الراحمين രാജാതിരാജനായ കരുണക്കലായ അല്ലാഹ് ഞങ്ങളെ ചൊല്ലിയ സ്വലാത്തുൽ ഫാത്തിഹയെ നീ സ്വീകരിക്കണം അല്ലാഹ്. ഞങ്ങളെ ചൊല്ലിയ സ്വലാത്തുൽ ഫാത്തിഹയെ നീ സ്വീകരിക്കണം അല്ലാഹ്. ഞങ്ങളെ ചൊല്ലിയ സ്വലാത്തുൽ ഫാത്തിഹയെ 4600 കിലോമീറ്റർക്കപ്പുറത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ഞങ്ങൾ ചങ്കിയ ചോരയായ കടലിന്റെ കർണമായ ഹബീബായ മുത്തുനബിന്റെ റൗള ശരീഫിലേക്ക് എത്തിച്ചു കൊടുക്കണമല്ല. ഞങ്ങളെ വിഷമങ്ങളെ മാറ്റിക്കൊണ്ട് ഞങ്ങളെ പ്രയാസങ്ങളെ മാറ്റിക്കൊണ്ട് രോഗങ്ങളെ തന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ല റബ്ബേ. ഒരുപാട് പേര് രോഗികളാണ് അല്ലാ. തലയുടെ മൂർത്താവ് മുതൽ കാലിന്റെ പള്ള വരെ രോഗങ്ങളാ. മരുന്ന് കുടിച്ചിട്ട് മാറാത്ത രോഗങ്ങളെ തരില്ല റബ്ബേ. ഒരു മൂലയിൽ കിടന്നിട്ട് ഞങ്ങളെ കഷ്ടവും ഞങ്ങളെ മൂത്രവും മറ്റൊരാളെടുക്കുന്ന ഒരു അവസ്ഥ ഞങ്ങൾക്ക് വരിച്ചില്ല റബ്ബേ. ഒരു കുഞ്ഞുമോന് വന്നിട്ട് പറയാ, എന്റെ ഉമ്മയമ്മ മരണപ്പെടാൻ ദുആ ചെയ്യണേ അല്ലാഹ്. അങ്ങനത്തെ മക്കളെ ഞങ്ങൾക്ക് തരല്ല റബ്ബേ. ഞങ്ങളെ മക്കൾക്ക് ഞങ്ങളെ ബാധ്യതയാക്കല്ല റബ്ബേ. ഞങ്ങളെ ഭർത്താക്കന്മാർക്ക് ഞങ്ങളെ ബാധ്യതയാക്കല്ല റബ്ബേ. എല്ലാവരും സങ്കടങ്ങളും മാറ്റിക്കൊടുക്കണല്ല. പ്രയാസങ്ങൾ തരല്ല റബ്ബേ. ഒരുപാട് പേര് പ്രയാസികളാണ്. അവർ
അവരെ പ്രയാസങ്ങളെ മാറ്റിക്കൊടുക്കണല്ല. അല്ലാഹു വിസയില്ലാത്തവർക്ക് വിസ നൽകണയല്ല, അക്കാമില്ലാത്തവർക്ക് അക്കാമ നൽകണയല്ല. എന്തെങ്കിലും വിഷമങ്ങൾ പ്രവാസികൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരെ പ്രയാസങ്ങളെ മാറ്റിക്കൊടുക്കണല്ല. ഒരു പ്രവാസിയുടെ ജനാസയും പെട്ടിയിലാക്കി നാട്ടിലേക്ക് കൊണ്ടുവരേണ്ട അവസ്ഥ വരുത്തല്ലോ റബ്ബേ. അങ്ങനത്തെ ഒരവസ്ഥ വരുത്തല്ലോ റബ്ബേ. ഈമാസലാമച്ചാക്കണല്ല, ബറക്കത്ത് നൽകണല്ല, സന്തോഷം നൽകണേ അല്ല, വലിയ രോഗങ്ങളെ തരല്ല അല്ല. അല്ലാഹു ഒരുപാട് പേര് മക്കളില്ലാത്തവരുണ്ട്, അവർക്ക് സ്വാലിഹായ മക്കളെ കൊടുക്കണല്ല. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ല. വീടിന്റെ പണി പൂർത്തിയാകാത്തവരെ വീടിന്റെ പണി പൂർത്തിയാക്കി കൊടുക്കണല്ല. റാഹത്ത് നൽകണയല്ല, ബറക്കത്ത് നൽകണയല്ല. ഞങ്ങളെ മക്കളെ പരീക്ഷയിൽ വിജയം നൽകണയല്ല. ഞങ്ങളെ മക്കൾക്ക് ബറക്കത്ത് നൽകണയല്ല. ഈമാസലാമത്താക്കണയല്ല, റാഹത്ത് നൽകണയല്ല. ഒരു ആപത്തും നീ പെടുത്തല്ല റബ്ബേ. സുഹൃകാരന്റെ സുഹറിൽ നിന്ന് കാക്കണല്ല, കണ്ണേറുകാരന്റെ കണ്ണേറിന്ന് കാക്കണയല്ല. ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണല്ല, ഞങ്ങളെ ദുആ നീ സ്വീകരിക്കണയല്ല. ഇന്നത്തെ ദിവസം അവിടുത്തെ ഖൈറിന്റെ കിതാബിൽ ഞങ്ങളെ പേര് എഴുതി വെക്കണയല്ല. രോഗങ്ങളെ തന്ന് പരീക്ഷിക്കല്ല റബ്ബേ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. حسبنا الله ونعم الوكيل ونعم المولى ونعم النصير ولا حول ولا قوة إلا بالله العلي العظيم. آمين آمين برحمتك يا أرحم الراحمين بفضله صلى الله على محمد. اللهم صل على محمد.